അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് പിന്നാലെ ഭീതി പരത്തി ജില്ലയിൽ വെസ്റ്റ് നൈൽ പനിയും. കഴിഞ്ഞ ദിവസം കർണാടകയിൽ സ്വദേശിയായ 52-കാരൻ മരിച്ചതോടെ ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2ആയി. 13 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അഭിരാമി നൽകും. അഭിരാമി. രാജേഷ്, നിലവിൽ 13 പേരിലാണ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർ രോഗലക്ഷണങ്ങളുമായി ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. നല്ലളം, ബേപ്പൂർ, ഒളവണ്ണ എന്നിവിടങ്ങളിലാണ് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചത്. ഇതോടെ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊതുക് പെറ്റുപെരുക്കി രോഗപകർച്ച ഭീതി സൃഷ്ടിക്കുന്ന ഉറവിടങ്ങളുണ്ടോ എന്നതും കൂടി പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. കൂടാതെ ക്യുലിക്സ് കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കൂടുതലും മുതിർന്നവരിലാണ് കാണുന്നത്. അസുഖത്തിന് നിലവിൽ വാക്സിൻ ഇല്ല എന്നതൊരു മറ്റൊരു വിവരമാണ്. വൈറസ് ബാധയുള്ള കൊതുക് കടിയേറ്റാൽ 3 ദിവസം മുതൽ 2 ആഴ്ചക്കകം വരെ രോഗം വരാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ ഇതൊക്കെയാണ് ഈ വെസ്റ്റ് നൈലിന്റെ രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും ലക്ഷണങ്ങൾ പ്രകടനമായതായും കാണുന്നില്ല. 1% ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ബോധക്ഷയവും മരണം വരെയും സംഭവിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതേസമയം ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തം, H1N1, ചിക്കൻ പോക്സ്, മലേറിയ എന്നിവയും പടർന്നു പിടിക്കുന്നതായി പറയുന്നുണ്ട്. ഒരാഴ്ചക്കിടെ തന്നെ 300ഓളം പേരാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി ഇപ്പോൾ ചികിത്സ തേടിയത്. ഇതിൽ തന്നെ 2 പേരുടെ മരണവും സംഭവിച്ചിരുന്നു. കൂടാതെ 6 മഞ്ഞപ്പിത്ത മരണവും 4 എലിപ്പനി മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയഞ്ചേരിയിലും ചാലപ്പുറത്തുമുള്ളവർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഡെങ്കിപ്പനി, വൈറൽ പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ മഴക്കാല രോഗങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രത്യേകമായ പനിവാർഡും സജ്ജമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ. പഴയ അത്യാഹിത വിഭാഗത്തിൽ 20 കട്ടിലും ജെറിയാട്രിക് ബ്ലോക്കിലെ 1ാം നിലയിൽ 20 കട്ടിലുകളുമാണ് ഇപ്പോൾ പനിവാർഡിനായി ഒരുക്കിയിരിക്കുന്നത്. താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയാണ് മുറികളെല്ലാം തന്നെ ശുചീകരിച്ചിരിക്കുന്നത്. വാർഡുകൾ ഇന്ന് തുറന്നു നൽകുമെന്ന് മെഡിസിൻ HOD ഡോക്ടർ ജയേഷ് കുമാറും അറിയിച്ചിട്ടുണ്ട്. MSY ബ്ലോക്കിലാണ് പനി ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുന്നത്. രാജേഷ്.